അടിപൊളിയായിട്ടുള്ളൊരു കൃഷി രീതി ഇന്ന് പരിചയപ്പെട്ടാലോ? അതും വാഴക്കൃഷി. എൻ്റെ വീട്ടിലെ വാഴ നിങ്ങളാരും കണ്ടിട്ടില്ലല്ലോ? ചിലപ്പോഴൊക്കെ കണ്ടിട്ടുണ്ടാവും കേട്ടോ, വീഡിയോയിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് വാഴനെ കുറിച്ചിട്ടുള്ള നല്ല രസകരമായ സംഭവങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ വാഴ നട്ടിട്ടുള്ളത് വേറെ ഒന്നിലുമല്ല, വാഷിംഗ് മെഷീൻ്റെ ഉള്ളിലാണ് കേട്ടോ. അപ്പോൾ പഴയ ഒരു വാഷിംഗ് മെഷീനിലാണ് നമ്മൾ വാഴ നട്ടിട്ടുള്ളത്. പിന്നെ വാഷിംഗ് മെഷീൻ്റെ സ്പിന്നർ ഉപയോഗിച്ചിട്ടുള്ള ഒരു അത്ഭുതകരമായ സംഭവം കൂടി ഈ വീഡിയോയിൽ കാണാൻ പറ്റും. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ. എൻ്റെ AI വീഡിയോകൾ നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ചെടിയും കൃഷിയും ഒക്കെ നല്ല ഭംഗിയിൽ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്സ് ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വാഴ നട്ടിട്ടുള്ളത് പഴയൊരു വാഷിംഗ് മെഷീനിലാണ്. അപ്പോൾ നമ്മൾ പുതിയൊരു വാഷിംഗ് മെഷീൻ മേടിച്ചപ്പോൾ പഴയത് നാശമായപ്പോഴാണ് പുതിയത് മേടിച്ചത്. പിന്നെ പുതിയത് മേടിച്ചതല്ല, ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പഴയ വാഷിംഗ് മെഷീന് നമ്മൾ ആക്രിക്കാർക്കൊന്നും കൊടുത്തില്ല. നമ്മൾ അതിൽ വാഴ എന്തെങ്കിലുമൊക്കെ നടാന്നുള്ള പ്ലാനിൽ നമ്മൾ നമ്മുടെ മുറ്റത്തേക്ക് ഇറക്കി, പച്ചക്കറി തോട്ടത്തിലേക്ക് ഇറക്കി. അപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു വാഴക്കന്നാണ് ഇതിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത് കേട്ടോ. ഞാലിപ്പൂവൻ്റെ കന്നാണ്. അപ്പോൾ വാഷിംഗ് മെഷീനിലൊക്കെ വലിയ ഡ്രമ്മ് പോലെയുള്ള സംഭവങ്ങളിലൊക്കെ നമ്മൾ വാഴ നടുമ്പോൾ ആദ്യം തന്നെ ചകിരിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഒരുപാട് പൊതിമടൽ നമ്മൾ അതിൽ നിറച്ചതിന് ശേഷം പിന്നെ കരിയിലകളൊക്കെ ഇട്ടതിന് ശേഷമാണ് നമ്മൾ വാഴ നട്ടിട്ടുള്ളത്. നമ്മൾ മണ്ണിൽ നടുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് വാഷിംഗ് മെഷീൻ്റെ ഉള്ളിലും നമ്മൾ വാഴ നട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇട്ടതിന് ശേഷം മണ്ണൊക്കെ ഇട്ടിട്ടാണ് നട്ടത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മുരിങ്ങക്കൊമ്പ് അപ്പുറത്തെ സ്പിന്നറിൻ്റെ ആ ഭാഗത്ത് നട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ സ്പിന്നർ മാറ്റിയിട്ട് അതിലും ചെടി നട്ടു വെച്ചൊക്കെയായിരുന്നു. അപ്പോൾ ഈ അടുത്താണ് ഉമ്മ ഒരു ഐഡിയ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇനി സ്പിന്നർ കൊണ്ട് നമ്മൾ ആ ഒരു സംഭവമാണ് ചെയ്യാൻ പോണത്. അപ്പോൾ ഇത് നമ്മുടെ ഞാലിപ്പൂവൻ വാഴയാണ്. ഈ വാഴക്കൊലയ്ക്ക് വേണ്ടിയിട്ടല്ല, വാഴയ്ക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ മെയിനായിട്ട് വാഴ നട്ടത്. നമ്മൾ ഇലയ്ക്ക് വേണ്ടിയിട്ടാണ്. എപ്പോഴെങ്കിലുമൊക്കെ ഒരു പൊതിച്ചോറ് തിന്നാനും സദ്യ കഴിക്കാനും അതുപോലെ അട ഉണ്ടാക്കാനൊക്കെ നമുക്ക് ഇല വേണ്ടേ. അപ്പോൾ ഇലയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ വാഴ നട്ടതാണ് കേട്ടോ. അപ്പോൾ ഇനി വാഴ കൊലക്കട്ടെ. അപ്പോൾ നമ്മൾ ഈ സ്പിന്നർ കൊണ്ട് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് കാണിച്ചു തരാം. ഈ സ്പിന്നർ അതിൽ നിന്ന് എടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഇതിലൊരു മുളക് തൈയൊക്കെ നട്ട് നോക്കിയതാണ്, പക്ഷെ അതൊന്നും വലിയ കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ഊരിയെടുത്ത് 2 പീസാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിലെ മുളക് തൈയൊക്കെ മാറ്റി മണ്ണൊക്കെ മാറ്റിയിട്ട് പിന്നെ ഇത് 2 കഷ്ണമാക്കാൻ വേണ്ടിയിട്ട് നിന്നത്. അപ്പോൾ 2 പീസാക്കി ഇങ്ങനെ മുറിച്ചതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോഴാണ് ഉമ്മ പറഞ്ഞത് ഇതിൽ നമുക്ക് ജൈവ സ്ലറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയ പറഞ്ഞു തന്നു. അപ്പോൾ ഇതിൻ്റെ ഈ നിറച്ചും പൊത്ത് സംഭവങ്ങൾ കണ്ടപ്പോഴാണ് ഈ ഒരു ഐഡിയ വന്നിട്ടാ. അപ്പോൾ താഴെ ഒരു ബക്കറ്റ് വെച്ചിട്ട് അതിൻ്റെ മേളിലേക്ക് ഇത് എടുത്തു വെച്ചു. അപ്പോൾ ഇത് 2 പീസാക്കാമെന്നാണ് ആദ്യം വിചാരിച്ചത്, പക്ഷേ ആ ഒരു പദ്ധതി പൊളിഞ്ഞു പോയപ്പോഴാണ് ഇങ്ങനെ ഒരു ഐഡിയ കിട്ടിയത് കേട്ടോ. അപ്പോൾ ഇനി മുതൽ നമുക്കിനി പച്ചക്കറി വേസ്റ്റൊന്നും ഇങ്ങനെ കളയേണ്ട ആവശ്യമില്ല, വേസ്റ്റേർക്കൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിലിങ്ങനെ കൊടുന്നിട്ടാൽ മതി. ഈ ഒരു സംഭവത്തിലേക്ക് ഇട്ട് കൊടുക്കുക. വളരെ സിമ്പിളായിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലൊരു മൂടി കൊണ്ട് അടച്ചു വെക്കണം. അപ്പോൾ എല്ലാ പച്ചക്കറി വേസ്റ്റും ഇടുന്നുണ്ട്. സവാളയുടെ തൊലി, ഉള്ളിത്തൊലി, അതുപോലെ ഫ്രൂട്ട്സിൻ്റെ വേസ്റ്റ്, പിന്നെ പച്ചക്കറിയുടെ വേസ്റ്റ് എല്ലാം ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊരു നല്ലൊരു ഭാഗത്തേക്ക് മാറ്റി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് അവിടെ സ്ഥിരമായിട്ട് ഇരിപ്പാണ്, ആ ഭാഗത്താണ് ഇനിയിപ്പോൾ നമ്മളത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനൊരു ഒരു മൂടി, ഒരു പെയിൻറ്റ് ബക്കറ്റിൻ്റെ മേലെയാണല്ലോ നമ്മളിത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ ബക്കറ്റിൻ്റെ മൂടി അവിടെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് മൂടി വെക്കാൻ പോകാൻ കേട്ടോ. അല്ലെങ്കിൽ ഈച്ചകൾ നല്ല വരും. ഇതിങ്ങനെ അലത്ത് വരുമ്പോഴത്തേനും നല്ല ഈച്ചകളൊക്കെ വരുമല്ലോ. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അടച്ച് വെക്കാം. എന്നിട്ട് അതിൻ്റെ മേളിലേക്ക് ഒരു ഇഷ്ടിക എന്തെങ്കിലും എടുത്ത് വെക്കാം കേട്ടോ. വെയിറ്റുള്ള എന്തെങ്കിലും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ജൈവ സ്ലറി നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാം. നമ്മുടെ പച്ചക്കറികൾക്ക് ഏറ്റവും നല്ല ഒരു സംഭവമാണല്ലോ ഈ ജൈവ സ്ലറി.
അപ്പോൾ അത് ഇനി നമ്മളൊരു എന്തെങ്കിലും നല്ലതൊരെണ്ണം മേടിക്കാമെന്നാണ് വിചാരിച്ചത്. ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. 10 പൈസ മുതൽ മുടക്കില്ലാതെ തന്നെ നമുക്ക് ഇനിയിപ്പോൾ വീട്ടിൽ ജൈവ സ്ലറി ഉണ്ടാവും. അപ്പോൾ നമ്മുടെ കമ്പൊക്കെ പിടിക്കൽ തുടങ്ങി, അതുപോലെ കോവക്കൻ്റെ വള്ളി പിടിക്കൽ തുടങ്ങി, മുളക് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചീനമുളക് പിടിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ പൊന്നാങ്കണ്ണി, സൈഡിൽ പൊന്നാങ്കണ്ണി ഉണ്ട്. അപ്പോൾ ഇനി ഇതിനൊക്കെ ഇനി ഒഴിച്ചു കൊടുക്കാം. പിന്നെ ചേമ്പ് ഇതാ അവിടെ അങ്ങനെ മുള പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് നടണം, ടെറസിൽ കൊണ്ടുപോയി നടണം. പിന്നെ എല്ലാ മുരിങ്ങക്കൊമ്പൊക്കെ പിടിച്ചു. പിന്നെ കുരുമുളകിൻ്റെ വള്ളിയാണ് ശരിക്കും പിടിക്കാത്തത് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട്, ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ ബാക്കി വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇത് തുറന്ന് നോക്കാം. ഇത് തുറന്ന് നോക്കിയിട്ട് അതിൻ്റെ അവസ്ഥ നോക്കി നമ്മുടെ പച്ചക്കറികൾക്കൊക്കെ അത് ഒഴിച്ചു കൊടുക്കണ്ടേ. അപ്പം ഞാൻ ഇടയ്ക്ക് വന്ന് തുറന്ന് നോക്കലുണ്ട്, ഇതിൽ നിന്ന് സ്ലറി വരുന്നുണ്ടാ, എന്താണ് അതിൻ്റെ പാട് എന്നൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് വന്ന് നോക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഈ കുറ്റി ആ ഒരു സ്പിന്നർ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് തുറന്ന് നോക്കിയപ്പോൾ അതോ നല്ല അടിപൊളി സ്ലറിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് വേറെ വളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ, അത് മാത്രം മതി. ഇതുണ്ടായാൽ തന്നെ നമ്മുടെ പച്ചക്കറികളൊക്കെ നന്നായിട്ടുണ്ടാവേ. അപ്പോൾ ഇനി ഇത് പിന്നെ ഇതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ എന്താണെന്ന് നോക്കാം. നിറച്ച് ഈച്ചകളൊക്കെ ഇങ്ങനെ പാറുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ വീണ്ടും നമ്മൾ എല്ലാ ദിവസത്തെയും വേസ്റ്റ് അതിൽ കൊടുന്നിടുകയാണ്. ഫുഡിൻ്റെ വേസ്റ്റ് കൊടുന്നിടരുത്. ഇങ്ങനെ പച്ചക്കറിയുടെ തൊലി, അതുപോലെ ഉള്ളിത്തൊലി, പഴത്തൊലി, അങ്ങനെയുള്ള സംഭവങ്ങളാണ് കേട്ടോ കൊടുന്നിടുന്നത്. പിന്നെ എല്ലാത്തിൻ്റെയും തൊലികൾ മാത്രം അങ്ങനെയാണ് കൊണ്ടുവന്നിടുന്നത്. അപ്പോൾ ഇനി നമുക്കത് ഞാൻ 2 ദിവസം കൂടി വെച്ചിട്ട് കുറച്ചും കൂടി സ്ലറി സംഘടിപ്പിച്ചിട്ട് ഞാനിനി ഇത് നനക്കാൻ നോക്കട്ടെ. നമുക്ക് അധികം പച്ചക്കറിയൊന്നുമില്ല ഇവിടെ, അങ്ങനെ സെറ്റായിട്ട് വരണുള്ളൂ. അപ്പോൾ ഉള്ളതിനും ചെടികൾക്കും ഒക്കെ നനച്ചു കൊടുക്കാം. അപ്പോൾ ഉള്ളത് തന്നെ നല്ല അടിപൊളിയായിട്ട് വരട്ടെ അല്ലേ. ഇനി നമുക്ക് കൂടുതൽ പച്ചക്കറികളൊക്കെ നട്ട് പിടിപ്പിക്കാനുണ്ട്. അപ്പോൾ ഇതിൽ സ്ലറിയുടെ കൂടെ നന്നായിട്ട് വെള്ളം പകർത്തിയിട്ട് വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ. എന്നാലാണ്, അല്ലെങ്കിൽ ചെടികൾക്ക് അത് ദോഷമായിട്ട് മാറും. സ്ലറി അങ്ങനെ എടുത്ത് ഒഴിക്കരുത്. വെള്ളം പകർത്തി, നന്നായി വെള്ളം പകർത്തിയിട്ട് ഡൈലൂട്ടാക്കിയിട്ട് വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഇനി ബോഗൺവില്ലൊക്കെ ഒന്ന് താഴത്തേക്ക് ഇറക്കിയിട്ടുണ്ട്. മഴയൊക്കെ ആയിരുന്നു, നല്ല മഴയായിരുന്നു. അപ്പോൾ അതൊക്കെ മാറി ബോഗൺവില്ലൊക്കെ ചെറുതായിട്ട് പൂവിടാനൊക്കെ ഉള്ള പ്ലാനിങ്ങിലാണ്. അപ്പം അതിനൊക്കെ ഒന്ന് കൊമ്പും ചില്ലൊക്കെ വെട്ടി ഒന്ന് ബ്രൂണിങ് ചെയ്തിട്ടുണ്ട്. ബോഗൺവില്ല എല്ലാതും ഒന്ന് ബ്രൂണിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കട്ടെ. ഇനി അത് മേലക്ക് തന്നെ മതിലിൻ്റെ പൊക്കത്തേക്ക് തന്നെ കയറ്റി വെക്കണം. പിന്നെ ഇതാ നമ്മുടെ ഓമക്കായ നല്ല അടിപൊളിയായിട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഓമക്കായ ഉണ്ട്. അപ്പോൾ പപ്പായ, പിന്നെ ഓമക്കായ എന്നാണ് ഞങ്ങൾ പറയൽ. പപ്പങ്ങ എന്നൊക്കെ, കൊച്ചി രാജ്യത്ത് പപ്പങ്ങ എന്നൊക്കെ പറയും. ഞങ്ങളുടെ തൃശ്ശൂർ കുന്നംകുളം ഭാഗത്ത് ഓമക്കായ എന്നാണ് പറയുക. അപ്പോൾ ഉമ്മാക്ക് അത് പഴുത്തിട്ട് കഴിക്കാനായിരുന്നു. അപ്പോൾ ഒരു കപ്പയുടെ ഒരു പീസ് ഇവിടെ വീട്ടിലുള്ള കാരണം ഉമ്മ പറഞ്ഞു, എന്നാൽ ഒരു ഓമക്കായും കൂടി ഇട്ടിട്ട് നമുക്കത് കറി വെക്കാമെന്ന് പറഞ്ഞിട്ട് നല്ല ഒരു അടിപൊളി ഓമക്കായ ഇന്ന് രാവിലെ ഞങ്ങൾ പൊട്ടിച്ചു കിട്ടാം. നല്ല മൂത്തിട്ടുണ്ടായിരുന്നില്ല, കുരുവൊക്കെ നല്ല ചള്ളായിരുന്നേ. അപ്പോൾ എൻ്റെ ഈ സ്പിന്നറിൻ്റെ ഈ അടിപൊളി മാജിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. 10 പൈസ ചിലവാക്കാതെ ഇതുപോലെ ഒരുപാട് ഐഡിയകൾ ഇനി എൻ്റെ കയ്യിൽ ഇനിയും ഉണ്ട്. അതുമായിട്ട് ഞാൻ വീണ്ടും വരും. അതുകൊണ്ട് നമ്മുടെ പച്ചക്കറിയും അതുപോലെ ചെടികളൊക്കെ നമുക്ക് ഉഷാറാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ വാഴക്കൃഷി നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവർക്കും നന്ദിയുണ്ട്. വീഡിയോക്ക് എല്ലാവരും, ഇനിയുള്ള വീഡിയോകളും എല്ലാവരും കാണണേ. അപ്പോൾ നോട്ടിഫിക്കേഷൻ ഓണാക്കി വെക്കണം കേട്ടോ.